നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ പരിചയപ്പെടുത്തലുകൾ ഒന്നും ആവശ്യമില്ലാത്ത കോൺഗ്രസ് നേതാവാണ് കെ മുരളീധരൻ. ഏത് വിവാദങ്ങളെയും കൂസാതെ കൃത്യമായി ഉത്തരം പറഞ്ഞു പോകുന്ന രാഷ്ട്രീയ നിലപാടിൻ്റെ, രാഷ്ട്രീയ ശൈലിയുടെ ഉടമ കെ മുരളീധരൻ 24-നൊപ്പം ചേരുകയാണ്. ആൻസർ പ്ലീസിൽ സ്വാഗതം. നമസ്കാരം. ആദ്യത്തെ ചോദ്യം കെ മുരളീധരൻ എന്ന വ്യക്തിയിൽ തന്നെയാണ്. ഹാപ്പിയാണോ ഇപ്പം കാര്യങ്ങളൊക്കെ? അതല്ല, രാഷ്ട്രീയത്തിൽ അൺഹാപ്പിക്ക് അത്ര പ്രസക്തിയില്ല. എന്താണെങ്കിലും അതിനെ നേരിടുക, അതാണ് രാഷ്ട്രീയത്തിലെ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഹാപ്പിയാണോ അൺഹാപ്പിയാണോ എന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രസക്തിയില്ല. സാധാരണ നമ്മൾ കോൺഗ്രസിൻ്റെ പഴയ നേതാക്കൾ, അതായത് അങ്ങേ പോലുള്ള കോൺഗ്രസിന് വേണ്ടി ജീവിതം കുറേ ഭാഗം സമർപ്പിച്ച നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരുടെയും സംസാരത്തിലൊരു വിഷമം, നിരാശ, ഇങ്ങനെയൊന്നും പോയാൽ പോരാ, നല്ല സാധ്യതയുള്ള സമയം പ്രയോജനപ്പെടുത്തുന്നില്ല, ഇത്തരം വാചകങ്ങളാണ് പലരിൽ നിന്നും കേൾക്കുന്നത്. എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിനെന്താണ് ഒരു പോം? അല്ല, അത് ഈ ആളുകൾ ഇങ്ങനെ പറഞ്ഞാലും അത് പറയേണ്ട സമയത്ത് പറയേണ്ട സ്ഥലത്ത് പറയുന്നില്ല. അതാണ് ഇതിൻ്റെ എന്തെങ്കിലും ഇന്നുള്ള പ്രശ്നത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. അതാണ്. ഇപ്പോൾ അതേസമയത്ത് ഞാൻ വല്ലതും പറഞ്ഞാൽ ഇതേ ആളുകൾ തന്നെ പറയും, ഒരു പരസ്യ പ്രസ്താവന നടത്തി പാർട്ടിയുടെ ഇമേജ് കളയരുത്. ഞാൻ പറയുന്ന പല കാര്യങ്ങളും പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ശക്തമായി പ്രവർത്തിച്ചാൽ നല്ല റിസൾട്ട് കിട്ടും. കാരണം ജനങ്ങൾ ഈ കേരളത്തിനെ സംബന്ധിച്ച് കേരള ഭരണത്തിനെയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വെറുക്കുന്നത്. കാരണം അവർക്ക് ഡയറക്റ്റ് ആക്സസ് സംസ്ഥാനമായിട്ടാണല്ലോ. കേന്ദ്രത്തിൻ്റെ ഉണ്ട്, അത് വേറെ കാര്യം. കേന്ദ്രത്തിലിപ്പോൾ ഒരു നോൺ BJP ഗവൺമെൻറ് വരണമെന്നാണ് കേരളത്തിലെ ജനങ്ങളുടെ എല്ലാ കാലത്തെയും ആഗ്രഹം. അത് തന്നെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് സ്റ്റേറ്റിലെ ഭരണത്തിനെക്കുറിച്ച് ശക്തമായിട്ടുള്ള അമർഷമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഉണർന്ന് പ്രവർത്തിച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടാകും. പക്ഷേ അങ്ങനെ ഉണർന്ന് പ്രവർത്തിക്കാത്തതിൻ്റെ ചില നിരാശകൾ താഴെത്തട്ടിൽ പ്രവർത്തകർക്കുണ്ടാകും. അത് ഏതെങ്കിലും വ്യക്തികളുടെ കുഴപ്പം കൊണ്ടല്ല. ഞാൻ പറയുന്നത് ഒരു കൂട്ടായ നേതൃത്വം, അതായത് KPC പ്രസിഡൻറ്റിൻ്റെയും പ്രതിപക്ഷ നേതാവും ഒക്കെ അവരുടെ ലീഡർഷിപ്പിൽ മറ്റെല്ലാ സീനിയർ നേതാക്കന്മാർ, ഇപ്പോൾ മുൻ പ്രസിഡൻറ്റുമാരുണ്ട്, അതുപോലെ തന്നെ പാർട്ടിയുടെ സീനിയറായിട്ടുള്ള കുറേ നേതാക്കന്മാർ, അവരൊക്കെ ആയിട്ടൊരു കൂടിയാലോചനയിലൂടെ എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്നുള്ളതിനെക്കുറിച്ചൊരു സ്ട്രാറ്റജി ഇട്ട് മുന്നോട്ട് നീങ്ങിയാൽ, ഞാൻ പറയുന്നത് പാർലമെൻറ്റിൽ മാത്രമല്ല, ഇപ്പോൾ പാർലമെൻറ്റിലെ വിജയത്തിനെക്കുറിച്ച് ആർക്കും വലിയ സംശയമൊന്നുമില്ല. പക്ഷേ പഞ്ചായത്ത് അസംബ്ലി ഇലക്ഷനൊക്കെ ഉണ്ടല്ലോ, ഈ 3 തെരഞ്ഞെടുപ്പുകളിലും നല്ല വിജയം കോൺഗ്രസിനും UDFനും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കാറ്. പക്ഷേ അതൊക്കെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഇതൊക്കെ എന്താ പറയേണ്ടത്, ഇന്ന നേതാക്കൾക്കെതിരായിട്ട് പറയുന്നത്. അങ്ങനെ ഒരു നേതാവിനെതിരായിട്ടല്ല പറയുന്നത്. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ നേതൃത്വത്തിനെ കുറിച്ച് ആർക്കും ഒരു ആക്ഷേപമില്ല. ആക്ഷേപമില്ല എന്ന് പറഞ്ഞാൽ ഇവർ മാറിക്കിടന്ന് ആരും പറയുന്നില്ല. പ്രവർത്തനത്തെക്കുറിച്ച് വലിയ തോതിൽ ആക്ഷേപമുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇവർ 2 നേതാക്കന്മാരും മറ്റുള്ള സീനിയേഴ്സുമായിട്ട് ആലോചിച്ച് ഒരുമിച്ച് നീങ്ങിയാൽ, ഇവരുടെ നേതൃത്വത്തിൽ തന്നെ, കാരണം പുതിയ നേതൃത്വത്തിനെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നേതൃത്വത്തിലെ വ്യക്തികളെക്കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അതുകൊണ്ട് അവർ മുൻകൈ എടുത്ത് എല്ലാവരുമായിട്ടൊരു കൂടിയാലോചന നടത്തി മുന്നോട്ട് പോയാൽ നല്ല റിസൾട്ട് ഉണ്ടാവും. ഞാൻ ഇപ്പോഴും അതിൽ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഈ KPC പ്രഖ്യാപിച്ച മണ്ഡലം പുനഃസംഘടന അതിപ്പോഴും 1-2 ജില്ലകളിൽ പൂർത്തിയായിട്ടില്ല. ഈ പുനഃസംഘടനയിൽ പരാതി ഭയങ്കരമാണല്ലോ. മണ്ഡലത്തിൻ്റെ പശ്ചാത്തലം നോക്കാതെ, അവിടുത്തെ സോഷ്യൽ ഇക്കോ സിസ്റ്റത്തെ നോക്കാതെ, സാമുദായികമായ പരിഗണനകൾ വയ്ക്കാതെ പല നേതാക്കളുടെയും ഇഷ്ടത്തിനനുസരിച്ച് മണ്ഡലത്തിൻ്റെ ഭാരവാഹികളെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള പരാതി കോഴിക്കോട് ഉൾപ്പെടെ മലബാറിൽ മാത്രമല്ല പല സ്ഥലത്തും, ഞാനിപ്പം ഈ പല ജില്ലകളിൽ യാത്ര ചെയ്ത സമയത്തൊക്കെ സാധാരണ പ്രവർത്തകർ, കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകർ നിരാശരാണ്. ഞാൻ പറഞ്ഞു, ഇതിനൊറ്റ പരിഹാരമേ ഉള്ളൂ. അതായത് ബൂത്ത് തലം മുതൽ സംഘടനാ ഇലക്ഷൻ നടത്തിയാൽ, പണ്ടേ പറയുന്നതാണ്. അതെ, സംഘടനാ ഇലക്ഷൻ നടത്തിയാൽ ഇതിന് പരിഹാരം ഉണ്ട്, അല്ലാതെ പരിഹാരം ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ പറയാം, ഞാൻ ഈ സാധാരണ ഈ പുനഃസംഘടനകളൊക്കെ നടക്കുമ്പോൾ ഒരുപാട് പരാതികൾ എനിക്ക് വരാറുണ്ട്. സാറിൻ്റെ കൂടെ നിന്നതുകൊണ്ട് ഞങ്ങൾക്ക് സ്ഥാനം കിട്ടിയില്ല, അവഗണിക്കപ്പെട്ടു. പക്ഷേ ഈ അടുത്ത് യൂത്ത് കോൺഗ്രസ് ഇലക്ഷൻ നടത്തിയല്ലോ, ഒരു പരാതി ആരും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ഇലക്ഷനാണ്, നിങ്ങൾ ജയിക്കാൻ നോക്കിക്കോ. ഇലക്ഷനിൽ ആർക്കൊരു പരാതിയില്ല. കാരണം എന്തെങ്കിലും സ്ഥാനം കിട്ടിയിട്ടുണ്ട് ഇലക്ഷനിൽ. പക്ഷേ ഭയങ്കര പരാതി വന്നു. തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെ ഉപയോഗിച്ചു പ്രസിഡന്റിന്റെ സുഹൃത്തുക്കളെന്നാണ് പറയുന്നത്. പക്ഷെ അതിൽ ഇതുവരെ തെളിവൊന്നും കിട്ടിയിട്ടില്ല.
രണ്ട് കാര്യമുണ്ട് അതിൽ. ഒന്ന്, എലക്ഷൻ നടന്നു എന്നുള്ളത് എലക്ഷൻ നടത്തി, അതിൽ എലക്ഷൻ നടന്നു, എന്നുള്ളത് എലക്ഷൻ നടത്തി, അതിൽ ശ്രീ രാഹുൽ ഗാന്ധി ഉറച്ച സ്റ്റാൻഡ് എടുത്തു. പക്ഷെ അത് കോൺഗ്രസിൽ നടക്കുന്നില്ല, KPCC-യിൽ നടക്കുന്നില്ല, മണ്ഡലം കമ്മിറ്റിയിലോ ബ്ലോക്ക്. ഞാൻ പറയുന്നത് അതിൽ നടന്നാൽ മാത്രമേ ഈ പറയുന്ന പരാതിക്ക് പരിഹാരമുണ്ട്. അല്ലെങ്കിൽ എത്ര പുനഃസംഘടന ആര് നടത്തിയാലും പരാതി ഉണ്ടാകും. ഇനിയിപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, യൂത്ത് കോൺഗ്രസ് എലക്ഷൻ നടത്തിയ സ്ഥിതിക്ക് ഇനി കോൺഗ്രസ്സിൽ എലക്ഷൻ നടത്തണം എന്ന് ഞങ്ങൾ ശക്തമായിട്ട് ഇനി ആവശ്യപ്പെടും. ഇനി നമുക്ക് നോമിനേഷൻ വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അതേ സമയത്ത് അണികളുടെ സ്വാധീനമില്ലാത്ത, പിൻബലമില്ലാത്ത ചില നേതാക്കൾ ഈ നോമിനേഷനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും നോമിനേഷനെ പ്രോത്സാഹിപ്പിക്കില്ല. ഇല്ല, അങ്ങ് എപ്പോഴും ഇലക്ഷൻ നടക്കണം എന്ന് പറഞ്ഞാൽ പണ്ടേ അതെ, എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് അങ്ങ് KPCC പ്രസിഡന്റായ സമയത്ത് ഉൾപ്പെടെ ആവർത്തിച്ച് പറയാറുണ്ട്, താഴെത്തട്ട് മുതൽ ജനാധിപത്യ പ്രക്രിയ നടക്കണം. പക്ഷേ കോൺഗ്രസിന്റെ സംഘടനാ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ മറ്റു പല പ്രധാന തസ്തികകളിൽ ഇരിക്കുന്നവരെല്ലാം ഈ അണികളുടെ വലിയ പിൻബലമില്ലാത്ത പലരും നോമിനേഷനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. പക്ഷേ എനിക്കിപ്പോഴൊരു പ്രതീക്ഷയുള്ള എന്താ അറിയോ, ഈ കാര്യത്തിൽ എന്നേക്കാൾ ഉറച്ച അഭിപ്രായമാണ് ശ്രീ രാഹുൽ ഗാന്ധിക്ക്. അതാണല്ലോ അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞല്ലോ, ഞങ്ങളുടെ കുടുംബത്തിന് ആരും നിൽക്കില്ല, ആരെ വേണമെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുത്തു. അങ്ങനെ ഒരു ശക്തമായിട്ട് നിലപാട് അദ്ദേഹം എടുത്തില്ലേ. ആ നിലപാടിൻ്റെ ഫലമായിട്ട് ഖാർഗെ കോൺഗ്രസ് പ്രസിഡൻ്റായി. എല്ലാവരും വിചാരിച്ചു അദ്ദേഹത്തിനെ കൊണ്ട് ഒന്നും നടക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അദ്ദേഹമല്ല ഇന്നിപ്പോൾ എല്ലാവർക്കും സ്വീകാര്യം. അപ്പോൾ അതൊക്കെ രാഹുൽ ഗാന്ധി എടുത്തിട്ടുള്ള പ്രധാന തീരുമാനങ്ങളാണ്. അപ്പോൾ എനിക്ക് ആ കാര്യത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്. ഇപ്പോൾ ഞങ്ങളൊക്കെ ചെന്ന് അദ്ദേഹത്തിനോട് പറയുകയാണ്, സംഘടന ഇലക്ഷൻ നടത്തിയേ തീരുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം നടത്താൻ അദ്ദേഹം തന്നെ മുൻപന്തിയിൽ നിൽക്കും. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. പക്ഷെ അപ്പുറത്ത് KC വേണുഗോപാലുണ്ട്, കേരളത്തിൽ പല താല്പര്യങ്ങളും ഉണ്ട്. അല്ല, ഞാൻ പറയാം, ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ KC വേണുഗോപാൽ ഇടപെട്ടിട്ടില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. തെലങ്കാനയിൽ ഞാൻ സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാനായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അന്ന് വേണുവിനോട് ചോദിച്ചു, വല്ല ഇൻട്രസ്റ്റും ഉണ്ടോ? ഹൈക്കമാൻഡ് ഒരു ഇൻട്രസ്റ്റും ഇല്ല, സ്വതന്ത്രമായി തീരുമാനമെടുത്തോളാം. തെലങ്കാനയിൽ അദ്ദേഹത്തിന് താല്പര്യം സ്വാഭാവികമായിട്ടും കുറവായിരിക്കും. കേരളത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന് അസംബ്ലിയിൽ മത്സരിക്കാനോ ലോക്സഭയിൽ മത്സരിക്കാനോ ഒന്നും ഒരു സംഘടനാ ഇലക്ഷൻ തടസ്സമല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ചിലർ നടത്തുന്ന ഏർപ്പാടാണ്, അല്ലാതെ KC വേണുഗോപാൽ ഒന്നിലും ഇടപെട്ടിട്ടില്ല. എനിക്ക് തന്നെ അറിയാം, തെലങ്കാനയുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് മാത്രമല്ല എന്നെ കുറേ സഹായിക്കുകയും ചെയ്തു. അപ്പോൾ KCയുടെ പേരിൽ കേരളത്തിൽ നടക്കുന്ന കളികൾ KC അറിയാതെയുള്ള അവതാരങ്ങളുടെ കളിയാണ്. അദ്ദേഹം ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതെനിക്ക് 100% എനിക്ക് ഉറപ്പുണ്ട്. മറ്റൊരു കാര്യം, അങ്ങ് KPCC പ്രസിഡൻ്റായിരുന്ന കാലം കോൺഗ്രസിനകത്ത് ഏറ്റവും പ്രക്ഷുബ്ധമായ കാലത്തിൻ്റെ ഒരു തുടർച്ചയാണ്. AI ഗ്രൂപ്പ് സംഘർഷങ്ങൾ നടക്കുന്ന കാലമാണ്, സംഘർഷം എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അങ്ങ് പ്രസിഡൻ്റായിരുന്ന ആ ചെറിയ കാലഘട്ടം, വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പ് വരെയുള്ള കാലഘട്ടം ഞാൻ കൃത്യമായി ഓർക്കുന്നുണ്ട്. ഞാനിന്ന് തൃശ്ശൂരിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നവുമില്ലാതെ കൃത്യമായി കൂടിയാലോചനയോടെ സംഘടന മുന്നോട്ട് പോയിരുന്നു. പക്ഷെ അത് കുറച്ച് ടേമാണ്, കുറച്ച് ചെറിയൊരു കാലഘട്ടമാണ്. ഇന്ന് KPCC-യിലെ മുൻ പ്രസിഡന്റുമാർ VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, K മുരളീധരൻ, ഇങ്ങനെ നീളുന്ന പട്ടികയിൽ ആരും തന്നെ കൃത്യമായി ഉപയോഗിക്കപ്പെടുന്നില്ല. മാത്രമല്ല ചില മുൻ പ്രസിഡന്റുമാർ കൃത്യമായി അമർഷം രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, മാസത്തിലൊരിക്കൽ രാഷ്ട്രീയ കാര്യസമിതി കൂടിയാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നത്, കാരണം മുൻ പ്രസിഡന്റുമാരൊക്കെ അതിൽ അംഗങ്ങളാണ്. എല്ലാ സീനിയർ നേതാക്കന്മാരും ഈ രാഷ്ട്രീയ കാര്യസമിതിയിലുണ്ട്. രാഷ്ട്രീയകാര്യ സമിതി ചേർന്നൊരു തീരുമാനമെടുത്ത് ആ തീരുമാനം ഇംപ്ലിമെൻ്റ് ചെയ്താൽ ഒരു പ്രശ്നവും ഇപ്പോൾ പാർട്ടിയിലില്ല. ഇത് ചേരുന്നുമില്ല, തീരുമാനം എടുക്കുന്നുമില്ല, ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുമില്ല. അതാണ് ഇന്നുള്ള ഒരു പരാതി വന്നിട്ടുള്ളത്. ആ പരാതിക്ക് കുറച്ച് അടിസ്ഥാനമുണ്ട്. കാരണം ഇത് കൂടിയാൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, എന്താ പ്രശ്നം എന്താ? കാരണം ആരും ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ തള്ളുന്നില്ല. ഇപ്പോൾ പാർട്ടി ലീഡറേയും KPCC-നെയൊക്കെ തീരുമാനിക്കേണ്ട ഡൽഹിയിലാണ്. അപ്പോൾ അവരെ തീരുമാനിച്ചു, അവരെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നു. പക്ഷേ കൂടിയാലോചന എന്ന് പറയുന്നത് എവിടെയാണ് നടക്കണ്ടേ? ഒരു വ്യക്തിയെ വിളിച്ചിട്ട് ആലോചിക്കേണ്ട. ഞാൻ പറയുന്നത് തീരുമാനം എടുക്കുമ്പോൾ രാഷ്ട്രീയ കാര്യസമിതി കൂടുക. എന്താ അതിന് ശരിക്കും KPCC പ്രസിഡന്റിന് അതിന് തയ്യാറാവാത്ത എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആ രീതിയിൽ ഇതിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് പോകണം, എല്ലാവരെയും ഉൾക്കൊണ്ടു പോകണം, ഒന്ന് ഈ ഒരു ഇൻക്ലൂസീവ്നെസ് എന്തുകൊണ്ടാണ് ഇല്ലാതെ പോകുന്നത്? അല്ല, അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരാൾക്ക് സൗകര്യം ഉണ്ടാകുമ്പോൾ വേറൊരാൾക്ക് അസൗകര്യം ഉണ്ടാകും. അങ്ങനെ ഇതങ്ങ് നീണ്ടുപോകും. പക്ഷെ അതിന് പകരം നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ സൗകര്യം ഉണ്ടാക്കണ്ടേ? അതെ, നമ്മൾ സൗകര്യം ഉണ്ടാക്കണം. ഈ പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോക്കുണ്ടാവില്ല. അപ്പോൾ നമ്മൾ സൗകര്യം ഉണ്ടാക്കണം. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഈ സിറ്റിംഗ് MP മാർക്ക് പ്രയോറിറ്റി നൽകാൻ
ഹൈക്കമാൻഡിൽ ഒരു ധാരണ ഉണ്ടായ സാഹചര്യത്തിൽ പോലും സിറ്റിംഗ് എം പിമാർക്ക് അങ്ങനെ പ്രയോറിറ്റി കൊടുക്കേണ്ടതില്ല, അത് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ, ഇപ്പം തന്നെ അങ്ങ് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്ന് രമേശ് ചെന്നിത്തലയൊക്കെ പറയുകയാണ്. അല്ല, ഞാൻ ആ കാര്യത്തിലൊരു കാര്യം പറയാം. എന്നോട് മാധ്യമങ്ങൾ പത്രക്കാർ ചോദിച്ചു മത്സരിക്കുന്നുണ്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, എന്നാൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. അങ്ങനെ പാർട്ടി മത്സരിക്കാൻ ആവശ്യപ്പെട്ടാൽ എൻ്റെ സിറ്റിംഗ് സീറ്റ് വടകരയുണ്ട്. ആ പറഞ്ഞതിൽ ഒരു തെറ്റ് എനിക്ക് തോന്നിയില്ല. ഞാൻ പറഞ്ഞതിലൊക്കെ കുറച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ ഈ അഴകുഴമ്പൻ മറുപടി പറയുന്ന ഒരാളാണ്. മത്സരിക്കുകയാണെങ്കിൽ വടകരയെ മത്സരിക്കുള്ളൂ. ആ കാര്യം ഞാൻ അറിയിച്ചിട്ടുണ്ട്. അതല്ല, മാറി നിൽക്കാനാണ് പാർട്ടി പറയുന്നതിൽ അത് അനുസരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെടുകയും ആ മത്സരത്തിൽ ഞാൻ വിജയിക്കുകയും ചെയ്താൽ അടുത്ത നിയമസഭാ ഇലക്ഷൻ ഞാൻ സ്ഥാനാർത്ഥിയാവില്ല. കാരണം 5 വർഷത്തേക്കാണ് എന്നെ ജനം തിരഞ്ഞെടുക്കുന്നത്. ഇനി ഞാൻ കാരണം ബൈ ഇലക്ഷൻ ഉണ്ടാവില്ല. ഈ 2 കാര്യങ്ങളിൽ എൻ്റെ അഭിപ്രായം, ഉറച്ച അഭിപ്രായം. അങ്ങനെയൊക്കെ ഒരു കടുത്ത തീരുമാനം എടുക്കണോ? കാരണം കേരളത്തിൽ അതായത് ഞാനൊരു കാര്യം, ഭരണസാധ്യത വരുമ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കാൻ അർഹതയുള്ള ഒരാളാണ്. അല്ല, അതിലിപ്പോൾ ഒരുപാട് പേരുണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ. അല്ല, ഞാൻ പറഞ്ഞതല്ല. ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായി നിന്ന് ജനങ്ങൾ 5 വർഷത്തേക്ക് വിജയിപ്പിച്ച് പിന്നെ വീണ്ടും അവരെ പോളിംഗ് ബൂത്തിലേക്ക് അയക്കുന്ന ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഒരിക്കലല്ല 2 തവണ ഞാൻ കാരണം ബൈ ഇലക്ഷൻ ഉണ്ടായി. അത് കേരളത്തിൽ മറ്റാർക്കും ഉണ്ടായിട്ടില്ല. കോൺഗ്രസ്സിന് രാഷ്ട്രീയമായി ഒരു അനുകൂല കാലാവസ്ഥയാണോ കേരളത്തിൽ? ദേശീയ രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോഴും കേരളത്തിലെ രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ചൊരു കാര്യം, നവകേരള സദസ്സിൻ്റെ യാത്രകൾ ഈ എല്ലാ മണ്ഡലങ്ങളിലൂടെയും പോയി കഴിഞ്ഞു. അതിനെതിരെ കടുത്ത പ്രതിഷേധം അവസാന ലാപ്പിൽ ഉയർത്താൻ UDF പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ യുവജന വിഭാഗത്തിന് സാധിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു സ്റ്റാറ്റസ് എങ്ങനെയാണ്? ഞാൻ പറയുന്നു, എല്ലാ ഇലക്ഷൻ കാലത്തും ലോക്സഭ ഇലക്ഷനിലും 2 സന്ദർഭത്തിലൊഴിച്ച് 67 2004 ഒഴിച്ച് ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ്സിന് മുൻതൂക്കം കേരളത്തിൽ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും UDF ദുർബലമായിരുന്ന 80-ൽ പോലും. രണ്ടാമത്തത്, LDF സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളിൽ ജനം വളരെയധികം രോഷാകുലരാണ്. ഈ 2 സാഹചര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ എല്ലാ സീറ്റിലും ജയിക്കാനുള്ള സാധ്യത ഇപ്പോൾ ഉണ്ട്. പക്ഷേ അതിനുള്ള സംഘടനാ ശേഷിയും സംവിധാനവും ഒക്കെ കോൺഗ്രസിന് കേരളത്തിലുണ്ടോ? പ്രതിപക്ഷ സംഘടനാ ശേഷി പ്രവർത്തകരുണ്ട്, പക്ഷേ അതിനൊന്ന് കോർഡിനേറ്റ് ചെയ്ത് പോകാൻ വേണ്ടത്. പക്ഷേ പ്രവർത്തകരൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ ഇലക്ഷന് സജ്ജമാണ്, അവർ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്നുണ്ട്. ഈ വടകര കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായി സ്വന്തം തട്ടകമായി മാറിക്കഴിഞ്ഞു. വടകര ഞാൻ കോൺസ്റ്റിറ്റ്യൻസി ഏത് കോൺസ്റ്റിറ്റ്യൻസിനെയാണ് പ്രതിനിധീകരിക്കുന്നത് അത് ഞാൻ എൻ്റെ അത് തീർച്ചയായിട്ടും. അത് മുമ്പ് കോഴിക്കോട് എങ്ങനെയായിരുന്നു, കോഴിക്കോട്. കാരണം ഞാനൊരിക്കലും ഈ ഒരു MP എന്ന് അല്ലെങ്കിൽ MLA എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുമ്പോൾ ഒരിക്കലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളോട് ഒരു തെറ്റായിട്ടുള്ള സമീപനം ഞാൻ സ്വീകരിക്കാറില്ല. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം PK കുഞ്ഞാലിക്കുട്ടി ഇൻ്റർവ്യൂ ചെയ്തു. ലീഗിൻ്റെ സംഘടനാ ശേഷിയും ലീഗിനുള്ള സ്വാധീനവും വെച്ചുകൊണ്ടുള്ള പരിഗണന UDF നൽകുന്നില്ല എന്നുള്ള പൊതുവിലുള്ള സംസാരമുണ്ട്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഞങ്ങൾക്ക് കൂടുതൽ സീറ്റിന് അർഹതയുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അതായത് അദ്ദേഹം പറഞ്ഞ 100% ശരിയാണ്. അവർക്ക് ചോദിക്കാനുള്ള അർഹതയൊക്കെ ഉണ്ട്. ആ അർഹത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ലീഗ് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഒരു മനോഭാവം ലീഗ് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലീഗിന് 3 സീറ്റിന് അർഹതയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഞങ്ങൾ ഉഭയകക്ഷി ചർച്ചയിലൂടെ അവരുടെ കൂടെ വികാരം മാനിച്ചുകൊണ്ട് തീരുമാനമെടുക്കും. ലീഗ് പലപ്പോഴും ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാടിൽ അസ്വസ്ഥരാണ്. അത് അഡ്രസ്സ് ചെയ്ത് പോകാതെ പറ്റുമോ? അല്ല, അതിൽ നമുക്കറിയാം, ഈ കാലഘട്ടം മാറുമ്പോൾ എല്ലാത്തിലും മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ കോൺഗ്രസ്സിൽ കെ കരുണാകരൻ, AK ആൻ്റണി കാലഘട്ടം അത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല കാലഘട്ടം വന്നു. അതിൽ രമേശ് ഇപ്പോഴും ഉണ്ട് ഫീൽഡിൽ, ഉമ്മൻചാണ്ടി നമ്മളവിടെ പോയില്ല. അപ്പോൾ പുതിയ ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാനസികമായിട്ട് ഒന്നൊന്ന് അടുത്ത് വരണമല്ലോ. അതിൻ്റെ ചില ഗ്യാപ്പ് ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് യാഥാർത്ഥ്യമല്ലേ. അല്ല, മുന്നണിയിലെയും പരാതി അങ്ങ് പറഞ്ഞ KPCCയിലെ പരാതി തന്നെയാണ്. കൂടിയാലോചനയില്ല. കാരണം നേരത്തെ ഉമ്മൻചാണ്ടി, കെ കരുണാകരൻ, KM മാണി, PK കുഞ്ഞാലിക്കുട്ടി ഈ ലീഡർഷിപ്പ് ചർച്ച ചെയ്ത് എല്ലാ കാര്യങ്ങളും പരിഹരിച്ചിരുന്നു.
പക്ഷെ ഇപ്പം അത്തരത്തിൽ കൂടിയാലോചനകൾ നടക്കുന്നില്ല. പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും ഒരു ധ്രുവമായി മാറുന്നു എന്നുള്ളതാണ് UDF-ലെ പല ഘടകകക്ഷി നേതാക്കളും പറയുന്നത്. അതല്ല, ഇപ്പോൾ ഞങ്ങൾ UDF-ൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പോൾ UDF ചേർന്ന് തീരുമാനമെടുത്ത് ആ തീരുമാനം അനുസരിച്ചിട്ടുള്ള സമരപരിപാടികൾ ഞങ്ങൾ നടത്താറുണ്ട്. ഇപ്പോൾ 2 തവണ ഒരിക്കൽ സെക്രട്ടേറിയറ്റ് മാർച്ചും വെച്ചു, രണ്ടാമത്തെ തവണ സെക്രട്ടേറിയറ്റ് വളയലും. ഈ സർക്കാരിനെതിരെ അങ്ങ് പറഞ്ഞു ജനദ്രോഹ സർക്കാർ, കൃത്യമായി ഒരു സമരം നടത്തി റിസൾട്ട് ഉണ്ടാക്കാൻ എന്തുകൊണ്ടാണ് KPCCക്ക് പറ്റാത്തത്? അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു സമരം നമ്മളത് ഏറ്റുപിടിക്കുമ്പോഴേക്കും അടുത്ത പോയിന്റ് കിട്ടുക. അതായത് ഒരഴിമതി വന്ന് ആ രീതിയിൽ തുടർച്ചയില്ലല്ലോ. അല്ല, ഒരു അഴിമതി വന്ന് അപ്പോഴേക്കും അടുത്ത അഴിമതി വരുമ്പോൾ ആ സമരം അതിലേക്ക് മാറും. മുമ്പ് അങ്ങനെയല്ല. മുമ്പ് LDF-ൻ്റെ കാലത്ത് ഈ UDF-ൻ്റെ എന്തെങ്കിലും 1-2 കിട്ടുള്ളൂ അവർക്ക്. പക്ഷേ അവരതുകൊണ്ട് അതിൽ തന്നെ പിടിച്ച് സമരം ചെയ്യും. ഇപ്പോഴങ്ങനെയല്ല. LDF സർക്കാർ ആഴ്ചയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അല്ല, പക്ഷേ അതിനെ എൻഗേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പ്രതിപക്ഷത്തിന്? അല്ല, പ്രതിപക്ഷ നേതാവ് ഒരുപക്ഷെ നമ്മൾ കമ്പാരിസൺ വെക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പെർഫോമൻസിനെ എങ്ങനെയാണ് അങ്ങ് എവാലുവേറ്റ് ചെയ്യുന്നത്? പ്രതിപക്ഷ നേതാവിൻ്റെ പെർഫോമൻസ് ഇപ്പോൾ അസംബ്ലിയിൽ അദ്ദേഹം അന്ന് നല്ല പെർഫോമൻസ് തന്നെയാണ്. ഇപ്പോൾ ഈ വിചാരണ സദസ്സിലും പല സദസ്സുകളിലും ആളില്ല. കെ മുരളീധരൻ അല്ല, അത് വിചാരണ സദസ്സ് നവകേരള സദസ്സുമായി കമ്പാരിസൺ വയ്ക്കുമ്പോൾ ആളില്ലാത്ത സാഹചര്യം. അല്ല, നവകേരള സദസ്സ് എന്ന് പറഞ്ഞാൽ സർക്കാർ സ്പോൺസേഡ് സദസ്സാണ്. ഇത് പ്രതിപക്ഷ സ്പോൺസേഡാണ്. അതിൽ ആളുകളെ കൊണ്ട് ഡംപ് ചെയ്യാണ്. പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളി നാളെ ജോലി കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് വരണം. അങ്ങനെ പിന്നെ പരാതി എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വരും, പരാതിക്കാർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രവും കേരളവും ഇല്ല. പക്ഷേ ഞാൻ പറയാം, ഞാൻ പങ്കെടുത്ത എല്ലാ നവകേരള ഈ വിചാരണ സദസ്സിലും നല്ല ജനക്കൂട്ടുണ്ടായിരുന്നു. പക്ഷേ നഗരങ്ങളിൽ കുറച്ച് കുറവുണ്ട്. അത് ഞങ്ങൾ അസസ് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം, കോഴിക്കോട് തുടങ്ങിയിട്ടുള്ള നഗരങ്ങളിൽ ഇതിന് കുറച്ച്. അതെന്താ അതിൻ്റെ ഒരു കാരണമായി തോന്നിയത്? അത് നല്ല രീതിയിൽ സംഘടിപ്പിക്കാത്തതിൻ്റെ കുഴപ്പം തന്നെയാണ്. ഈ നവകേരള സദസ്സിൽ MLA-മാർ പങ്കെടുക്കാൻ വേണ്ടിയുള്ള ക്ഷണം ഉണ്ടായിരുന്നു. ശരിക്കത് UDF-ന് ബുദ്ധിപരമായൊരു തീരുമാനമെടുത്ത് അവിടെ പോയി സർക്കാരിനെതിരെ വിമർശിക്കാനുള്ള, മൈക്ക് ചെലവില്ലാതെ ഇത്രയും ക്രൗഡിൽ MLA-മാർക്ക് അവരുടെ പരിപാടികളെക്കുറിച്ച് പറയാനും സർക്കാരിനെ വിമർശിക്കാനുള്ള അവസരമല്ലേ കളഞ്ഞു വിളിച്ചത്? അതല്ല, അത് അങ്ങനെ ചെന്ന് പറഞ്ഞാൽ അതിലൊരു കൂടിയാലോചന ഇല്ലാതെ പ്രതിപക്ഷ നേതാവ്, അതായത് എന്താണ് പരിപാടി തീരുമാനിക്കും മുമ്പ്, ഞാൻ പറയാം, ആ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് എടുത്ത തീരുമാനം തികച്ചും ഉചിതമായി. എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഭരണകക്ഷിക്കാർക്കുണ്ടായ അനുഭവം എന്താ? ശൈലജ ടീച്ചർക്ക് ആദ്യത്തെ ഡോസ് കിട്ടി മട്ടന്നൂരിന്ന്, പകുതി ഡോസ് ഭർത്താവിന് കിട്ടി. ടീച്ചറോടുള്ള ദേഷ്യം തീരാതെ ഭർത്താവിന് വിട്ടുകൊടുത്തു. തൃശ്ശൂർ വന്നു, CPIയുടെ CC മൂന്നനോട് തനിക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല എന്നാണ് ചോദിച്ചത്. തൃശ്ശൂർ അദ്ദേഹത്തിന് നാട്ടിൽ ചെന്നപ്പോൾ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? ചാഴിക്കാരനുണ്ടായ അനുഭവം ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നന്നായി. സത്യത്തിൽ അവിടെ UDF-ൻ്റെ MLA-മാരോ MP-മാരോ പോയിരുന്നെങ്കിൽ ആ സദസ്സിൽ അടി നടന്നേനെ. അതിൻ്റെ പേരിൽ ചിലപ്പം മർദ്ദനം ഏൽക്കേണ്ടി വന്നു. അപ്പോൾ അത് പ്രതിപക്ഷ നേതാവ് ചെയ്ത ഏറ്റവും നല്ല കാര്യം. ഞാൻ എല്ലാ യോഗത്തിലും പറയാറുണ്ട്, അത് ഏറ്റവും നല്ല തീരുമാനം. ഈ കേരള സദസ്സ് കൊണ്ട് സർക്കാരിന് ഒരു എഡ്ജ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്? ഒരിക്കലുമില്ല. അത് അവർക്ക് കോട്ടമായി ഭവിച്ചു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഞാൻ സാക്ഷിയാണ്, കെ കരുണാകരൻ്റെ സ്പീഡ് പ്രോഗ്രാമിന് ഞാൻ സാക്ഷിയാണ്. അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് ഓൺ ദ സ്പോട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം പോലെ ഈ നവകേരള സദസ്സിലുണ്ടായില്ല. സർക്കാരിൻ്റെ അടുത്ത് കാശില്ല, അതാ പറയുന്നത്. പിന്നെ നടത്തേണ്ട ആവശ്യം എന്താ? പിണറായി സർക്കാരിന് അങ്ങ് എത്ര മാർക്ക് കൊടുക്കും? പിണറായി സർക്കാരിന് പാസ് മാർക്ക് പോലും ഇല്ല. മറ്റൊന്നും കൊണ്ടല്ല, എന്താ പറയുക, ജനങ്ങളിൽ നിന്നും വല്ലാതെ അങ്ങ് അകന്നുപോയി. അത്രയ്ക്ക് മോശമാണോ? അത്രയ്ക്ക് മോശമാണ്. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നൊരു കാര്യം, ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചതുപോലെ ഒരു തകർച്ച CPM-ൽ ഞാൻ കാണുകയാണ്. ഞാനതിൽ വ്യക്തിപരമായി സന്തോഷിക്കുന്ന ആളല്ല. കാരണം കേരളത്തിൽ മാറി സർക്കാരുകൾ UDF-ഉം LDF-ഉം ഭരിച്ചപ്പോഴാണ് ഇവിടെ ഭരണം ഈ വർഗീയ കക്ഷികൾക്ക് കാലെടുത്ത് വയ്ക്കാൻ കഴിയാത്ത അവസ്ഥ കേരളത്തിലുണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സർക്കാരിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്ന് പറയണം. പക്ഷെ മെച്ചപ്പെടുന്നില്ല. പക്ഷേ ഞാൻ ഒന്ന് ഇടപെടുക, ഇത്തരം സാഹചര്യത്തെ എന്തുകൊണ്ട് കോൺഗ്രസ്സിന് എൻകേഷ് ചെയ്യാൻ പറ്റുന്നില്ല? അതായത് ഒരു ലീഡർഷിപ്പ് കോൺഗ്രസിനെ ഇതൊക്കെ എതിർത്ത് പറഞ്ഞ് ഒരു ജനനായകനായി വരാൻ ഒരു നേതാവ് കോൺഗ്രസിൽ ഉയർത്തി കാണിക്കാനില്ല. അല്ല, ഞാൻ പറയാം, കോവിഡ് കാലത്ത് അങ്ങനെയൊന്നും ചെയ്യാനുള്ള കാലഘട്ടം അല്ല. ഇപ്പോഴും നടക്കുമല്ലോ. ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് ജനങ്ങൾക്കിടയിലേക്ക് കയ്യടി മേടിച്ചിറങ്ങാൻ പ്രതിപക്ഷ നേതാവിന് പറ്റുന്നുണ്ടോ? KPC പ്രസിഡന്റിന് പറ്റുന്നുണ്ടോ? ആത്മാർത്ഥമായി ആലോചിച്ചാൽ, വിമർശനപരമായി ആലോചിച്ചാൽ, പണ്ട് ലീഡർക്കുണ്ടായിരുന്ന, ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്ന ആ രീതിയിലുള്ള ഒരു ജനസ്വീകാര്യത എന്തുകൊണ്ട് ഇപ്പോഴത്തെ രണ്ടുപേർക്കും കിട്ടുന്നില്ല?
അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഒരു എന്താ പറയേണ്ടത്, ഒരു സീനിയർ ലീഡേഴ്സ് മാറി പുതിയൊരു തലമുറ വരുമ്പോൾ കുറേ പഴയതിൻ്റെ അതേപോലെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഒരു ശൈലിയുണ്ട്. ഈ ഗവർണർ കേരളത്തെ ഇകഴ്ത്തുന്നു എന്ന്, കേരളത്തിനെതിരായി നിൽക്കുന്നു എന്നുള്ള പരാതി വ്യാപകമാണ്. സർക്കാർ അത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, പ്രതിപക്ഷത്തിലെ നേതാക്കളും പറയുന്നുണ്ട്. കേരളത്തിലെ ഗവർണറെ അങ്ങ് എങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹം? കേരളത്തിലെ ഗവർണർ കേന്ദ്രത്തിൻ്റെ അജണ്ട ഇവിടെ നടപ്പാക്കുക. അജണ്ട എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റികളിൽ വരുന്ന അനധികൃത നോമിനേഷനുകൾ, അതുപോലെ തന്നെ ഈ സെക്രട്ടറീനെ വയ്ക്കുന്നത്, സാധാരണ സർക്കാർ സർവീസുള്ള ഇതിന് പകരം BJP-കാരെ കൊണ്ട് നിറയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ശരിയല്ല. പക്ഷേ സർക്കാർ ചെയ്യേണ്ടത് എന്താ? കരിങ്കൊടി കാണിക്കുന്ന ഇപ്പോൾ ഗവർണർക്കെതിരായിട്ട് കാണിച്ചാൽ ജനാധിപത്യം, ഞങ്ങൾ പിണറായിക്കെതിരെ കാണിച്ചാൽ ജനാധിപത്യ വിരുദ്ധം. നിങ്ങൾ ഷൂ എറിഞ്ഞു, അത് മോശമായി പോയി. അല്ല, ഷൂ എറിഞ്ഞാൽ നമ്മൾ അതിൽ ഞങ്ങളെ ഒരു റിപ്പോർട്ടറെ കൂടി പ്രതിയാക്കിയിട്ടുണ്ട്. അല്ല, അത് റിപ്പോർട്ടിൽ പ്രതിയാക്കാൻ കാരണം എന്താ അറിയോ? അത് എറിഞ്ഞത് നിങ്ങൾ കൃത്യമായിട്ട് ഷൂട്ട് ചെയ്തപ്പോൾ കേസ് കോടതിയിൽ പോയി, വധശ്രമത്തിന് കേസെടുത്തു. അപ്പോൾ ഞങ്ങൾ ഈ കാസറ്റാണ് കാണിച്ചു കൊടുത്തത്. ദൂരെ നിന്ന് ഷൂ എറിഞ്ഞാൽ എങ്ങനെയാണ് വധശ്രമാവുക? അവർക്ക് ജാമ്യം കിട്ടി. ആ ദേഷ്യം നിങ്ങളോട് തീർത്താം. പോലീസ് പൂർണ്ണമായിട്ടും കൺട്രോൾ വിട്ടുപോയി. ഇനി നാളെ ഒരു ഭരണമാറ്റം ഉണ്ടായി UDF തിരിച്ചു വന്നാലും ഈ സെറ്റപ്പിൻ്റെ ഒരു റിയാക്ഷൻ ഒന്നുണ്ടാവും. മറ്റൊരു കാര്യം, ഈ ശശി തരൂർ തരംഗം എന്നൊക്കെ പറഞ്ഞിങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് തരംഗമൊന്നുമില്ല. അദ്ദേഹം ഒരു വിശ്വപൗരനായിട്ടാണ് അദ്ദേഹത്തിന് എല്ലാവരും കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറച്ചൊക്കെ അദ്ദേഹത്തിന് സ്വാധീനവും ഇതൊക്കെയുണ്ട്, പ്രത്യേകിച്ച് എലൈറ്റ് ക്ലാസിൻ്റെ ഇടയിൽ. അത് പാർട്ടിക്ക് വേണ്ടി വിനിയോഗിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അന്ന് നിന്നു. പക്ഷെ അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ ഞാൻ ശക്തമായിട്ട് എതിർത്ത ആളാണ്. മറ്റൊന്നും കൊണ്ടല്ല, കോൺഗ്രസിൻ്റെ ഒരു തലപ്പത്തൊക്കെ ഇരിക്കണമെങ്കിൽ നല്ലൊരു മെയ്വഴക്കം ഉണ്ടാവണം, പൂർണ്ണമായിട്ട് രാഷ്ട്രീയക്കാരനാകണം. അങ്ങനെ ചില കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പറ്റില്ല. പക്ഷേ വർക്കിംഗ് കമ്മിറ്റി ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ അദ്ദേഹത്തിൻ്റെ സേവനവും കഴിവും പ്രയോജനപ്പെടുത്തുക, അതാണ് ഉദ്ദേശിച്ചത്. ഇവിടെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു തരംഗവുമില്ല. അങ്ങനെ അഭിമുഖം അവസാനിപ്പിക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകണം. മോഡി തരംഗമുണ്ടോ? മോഡിയുടെ ഉറപ്പ് എന്ന് ആവർത്തിച്ച് തൃശ്ശൂരിൽ, അങ്ങയുടെ പഴയ തട്ടകമാണ് തൃശ്ശൂർ, എന്താണ് തൃശ്ശൂരിൻ്റെ പൾസ്? മോഡി തരംഗമുണ്ടോ? ഈ മോഡിയുടെ ഉറപ്പ് ഏതെങ്കിലും രീതിയിൽ കേരളത്തിൽ സീറ്റിൻ്റെ ഉറപ്പായി മാറുമോ? ഒരിക്കലും അതില്ല. കാരണം ഒന്ന്, അങ്ങനെ മോഡി പറയുന്നത് വിഴുങ്ങുന്ന ആൾക്കാരല്ല കേരളത്തിലെ ജനങ്ങൾ മഹാഭൂരിപക്ഷം വിശ്വാസികളാണ്. പക്ഷേ വിശ്വാസവും രാഷ്ട്രീയത്തിനെയും അവർ കൂട്ടിക്കുഴയ്ക്കാറില്ല. അതുകൊണ്ട് തന്നെ മോഡിയുടെ ഗ്യാരണ്ടി തൃശ്ശൂർ ചിലവാവില്ല. തൃശ്ശൂർ എന്നല്ല, കേരളത്തിലും ഒരു സീറ്റ് പോലും പാർലമെൻറ്റിൽ അവർക്ക് ലഭിക്കില്ല. ഇന്ത്യ മുന്നണി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കാര്യങ്ങളൊന്നും നടന്നു പോകുന്നില്ല. ദേശീയ തലത്തിൽ മോഡിക്ക് ഒരു ബദൽ ഉണ്ടാക്കാനാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത്. അതിൽ 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, ഈ പൂർണ്ണമായിട്ടും യോജിക്കാവുന്നവരൊരു ഭാഗത്തുണ്ട്. ഞാൻ പറയാം, ഇപ്പോൾ RJD എല്ലാ കാലത്തും ആൻറ്റി BJP-യാണ്. ഒരു പരിധി വരെ സമാജ്വാദി പാർട്ടി ആൻറ്റി BJP-യാണ്. മറ്റ് ഒരു കക്ഷികളും ഇന്ന് ഒരിക്കൽ BJP-യുമായിട്ട് സമ്പർക്കത്തിലേർപ്പെട്ടവരാണ്. പിന്നെ ആപ്പ്, അവരിപ്പോൾ ഡൽഹിയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് അഴിമതികൾ ചെയ്യുന്നുണ്ട്. ജനങ്ങൾ വിശ്വസിച്ച് വിജയിപ്പിച്ചാൽ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ഇന്ത്യ മുന്നണിക്ക് ബാധ്യതയുണ്ട്. അതിന് പ്രത്യേകിച്ച് ഘടകകക്ഷികൾക്ക്. ഈ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നത്, വീണ്ടും മത്സരിക്കാൻ വരുന്നത്, ദേശീയ രാഷ്ട്രീയത്തിൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാവും. കാരണം BJP രാഷ്ട്രീയത്തിനെതിരെ മത്സരിക്കാതെ കേരളത്തിൽ BJP-ക്കെതിരെ തന്നെയാണ് LDF-ഉം UDF-ഉം നിൽക്കുന്നത്. കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിൽ അത് BJP ഗുണകരമായി മാറില്ല. അല്ല, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി അമേത്തിക്ക് പുറമെയാണ് ഇവിടെയും മത്സരിച്ചത്. അമേത്തിയിൽ അദ്ദേഹം BJP-ക്കെതിരായിട്ടാണ് ഫൈറ്റ് ചെയ്ത്. പക്ഷേ അന്ന് ജയിക്കാൻ കഴിഞ്ഞില്ല. അത് കേരളത്തിലെ ഇലക്ഷനായിട്ട് ക്ലബ് ചെയ്തു അവർ BJP. ഏതായാലും ഇപ്പോൾ അദ്ദേഹം കേരളത്തിലെ സിറ്റിംഗ് MP-യാണ്. ആ നിലയ്ക്ക് അദ്ദേഹം ഇവിടെ മത്സരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അവസാനത്തെ ചോദ്യം, കാരണം അങ്ങ് പൊതുവെ പ്രവചിച്ചാൽ തെറ്റാറില്ല. കേരളത്തിലെ കോൺഗ്രസ്സിന് UDF-ന് ഈ പ്രാവശ്യം എത്ര സീറ്റുകൾ? ഞാൻ പറയുന്നു 20-20 കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അത് ഉപയോഗപ്പെടുത്തും. അല്ല, അത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പ്രയോജനപ്പെടുത്തിയാൽ 20 കിട്ടും. അപ്പോൾ അവസാനമായി
തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അങ്ങ് സ്ഥാനാർത്ഥിയാവും തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. 24ൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. കഴിയുന്ന കാര്യങ്ങൾ ഞാൻ എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാറുണ്ട്. അത് ഭാവിയിൽ ആ രീതി തന്നെയായിരിക്കും. ഒരിക്കലും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എൻ്റെ നിയോജകമണ്ഡലത്തിലെ ഒരാൾക്കെതിരായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. അത് എൻ്റെ ശൈലിയാണ്. ആ ശൈലി എന്തൊക്കെ എതിർപ്പുണ്ടെങ്കിലും ആ ശൈലിയുമായിട്ട് മുന്നോട്ട് പോകും. വളരെ നന്ദി, കൃത്യമായി വ്യക്തമായി ഉത്തരങ്ങൾ നൽകിയതിന്. താങ്ക് യു.